പ്രിയപ്പെട്ടവരെ, പരാജയപ്പെട്ട അമേരിക്കയുടെ യുദ്ധത്തിൽ അമേരിക്കക്കും ഇസ്രയേലിനും ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ കഴിയില്ല എന്ന് ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ചൈന ഇതാ രംഗത്തിറങ്ങിയിരിക്കുകയാണ്. ഇപ്പോൾ ചൈന പറയുന്നത് ചൈന ബ്ലെയിംസ് US ആൻഡ് ഇസ്രയേൽ ഫോർ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് ക്ലോസർ. ഈ സ്ട്രൈറ്റ് ഓഫ് ഹോർമുസ് അടച്ചിട്ടതിന്റെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്വം അത് അമേരിക്കക്കും ഇസ്രയേലിനുമാണ് എന്നാണ്. മാത്രമല്ല, ഡിമാൻഡ്സ് ഇമ്മീഡിയറ്റ് സീസ് ഫയർ, ഉടനെ വെടിനിർത്തണമെന്ന് ചൈന ആവശ്യപ്പെടുന്നു. ഇവിടെ പ്രധാനപ്പെട്ട ഒരു മറുപടി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് ചൈന നൽകുകയാണ്. കാരണം ട്രംപ് 2 ദിവസം മുമ്പാണ് പറഞ്ഞത്, ഞങ്ങൾക്ക് ആവശ്യത്തിനുള്ള എണ്ണ ഞങ്ങളുടെ പക്കലുണ്ട്. അതേസമയത്ത് എണ്ണ ആവശ്യമുള്ളവർ ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ അങ്ങോട്ട് പോയി ഇറാനുമായി പടവെട്ടി യുദ്ധം ചെയ്ത് തുറന്നോളൂ എന്നാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. എന്നാൽ ഇതിന് മറുപടിയാണ് യഥാർത്ഥത്തിൽ ചൈനയുടെ ഫോറിൻ മിനിസ്ട്രി തന്നെയാണ്, അവരുടെ വിദേശകാര്യ മന്ത്രാലയമാണ് ഇപ്പോൾ ഈ കാര്യം പറഞ്ഞിരിക്കുന്നത്. അടിയന്തരമായി വെടിനിർത്തണം, ഹോർമുസ് കടലിടുക്ക് തുറക്കണം. ലോകം മുഴുവൻ വലിയ പ്രതിസന്ധി നേരിടുകയാണ്. ഇത് വേണ്ടവർ പോയി തുറന്നോളൂ എന്ന് പറയുന്നതിന് പകരം ഈ യുദ്ധം തുടങ്ങി വെച്ചത് നിയമവിരുദ്ധമായ യുദ്ധമെന്നാണ് ഇതിനെക്കുറിച്ച് ചൈന പറഞ്ഞിരിക്കുന്നത്. ഇല്ലീഗൽ മിലിറ്ററി ആക്ഷൻസ് എന്നാണ്. നിയമവിരുദ്ധമായ ഈ പോരാട്ടം തുടങ്ങി വെച്ചത് ഇസ്രയേലും അമേരിക്കയുമാണ്. അതുകൊണ്ട് വേണ്ടവർ തുറന്നോളൂ എന്ന് പറയുന്ന പ്രസ്താവന നിരുത്തരവാദിത്തമാണ്. അതുകൊണ്ട് ഉത്തരവാദിത്വവും പരാജയവും മനസ്സിലാക്കി യുദ്ധം നിർത്തി ഈ മിഡിൽ ഈസ്റ്റിൽ നിന്ന് വിട്ടുപോകണമെന്നാണ് ചൈന ഇപ്പോൾ പറയുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കക്ക് ഹോർമുസ് കടലിടുക്ക് തുറക്കാൻ കഴിയില്ല എന്ന് പ്രത്യക്ഷമായി ബോധ്യപ്പെട്ട സാഹചര്യത്തിൽ ഒരർത്ഥത്തിൽ ട്രംപ് തന്നെ ആ കാര്യം സമ്മതിച്ചിരിക്കുകയാണ്. ഇറാന്റെ മുന്നിൽ ഞങ്ങൾക്കതിന് സാധ്യമല്ല. കാരണം ആദ്യം ട്രംപ് പറഞ്ഞിരുന്നത് ഞങ്ങൾ കപ്പലുകൾക്ക് എസ്കോർട്ട് നൽകും, അതുകൊണ്ട് വേണ്ട കപ്പലുകൾക്കൊക്കെ ഹോർമുസ് കടലിടുക്കിലൂടെ പോകാമെന്നാണ്. പക്ഷേ ട്രംപിന്റെ തന്നെ സൈന്യം പറഞ്ഞു, വേണ്ടാത്ത കാര്യം പറയരുത് ട്രംപേ, കാരണം ഞങ്ങൾക്കതിന് കഴിയില്ല. ഈ കപ്പലുകൾ ഹോർമുസ് കടലിടുക്കിലേക്ക് അടുത്തു കഴിഞ്ഞാൽ ഇറാൻ അതിനെ വെണ്ണീരാക്കി കളയും, അതുകൊണ്ട് ആവശ്യമില്ലാത്ത പ്രസ്താവന നടത്തരുത്. ഉടനെ തന്നെ ട്രംപ് പിന്മാറി. പിന്നെയാണ് ട്രംപ് പറഞ്ഞത്, ഹോർമുസ് കടലിടുക്ക് ലോകത്തിന്റെ പ്രധാനപ്പെട്ട സാമ്പത്തിക സോഴ്സിന്റെ അടിത്തറയാണ്, അതിലൂടെയുള്ള സർവീസ്. അതുകൊണ്ട് എല്ലാ രാഷ്ട്രങ്ങളും കടന്നു വരൂ ഞങ്ങളെ സഹായിക്കാൻ. ഹോർമുസ് കടലിടുക്ക് അത് നമ്മുടേത്, എല്ലാവരുടേതുമാണ്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് തുറക്കാൻ വേണ്ടി സഹായിക്കണം എന്നായിരുന്നു പറഞ്ഞത്. പക്ഷേ അമേരിക്കയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സഖ്യരാഷ്ട്രങ്ങളായ യൂറോപ്പ് പോലും ഈ ആവശ്യം തള്ളിക്കളഞ്ഞു. അതോടുകൂടെ ട്രംപ് ഒറ്റപ്പെട്ടു. പിന്നെയാണ് പറഞ്ഞത്, യൂറോപ്പിന് വേണമെങ്കിൽ വന്ന് എണ്ണ കൊണ്ടുപോകാൻ ഹോർമുസ് കടലിടുക്കിൽ വന്ന് യുദ്ധം ചെയ്ത് നിങ്ങൾക്ക് തുറന്നു പോകാൻ ആവശ്യത്തിനുള്ള എണ്ണ ഞങ്ങളുടെ കയ്യിലുണ്ട് എന്നതാണ് ട്രംപ് പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇവിടെയാണ് ചൈന ഇടപെടുന്നത്. അങ്ങനെയൊന്നും പറഞ്ഞ് രക്ഷപ്പെടാൻ കഴിയില്ല. കാരണം ഈ യുദ്ധത്തിന്റെ പൂർണ്ണ ഉത്തരവാദിത്തം അമേരിക്കക്കാണ്. അതുകൊണ്ട് അമേരിക്ക ഉടനെ ഹോർമുസ് കടലിടുക്ക് തുറന്നുകൊണ്ട് ഈ കപ്പൽ പാതകൾ സുഗമമാക്കണം, കപ്പലുകൾക്ക് യാത്ര ചെയ്യാനുള്ള സൗകര്യം ഏർപ്പെടുത്തണം. അല്ല എങ്കിൽ യുദ്ധം നിർത്തി പണി നോക്കാനാണ് ചൈന പറഞ്ഞിരിക്കുന്നത്. യഥാർത്ഥത്തിൽ അമേരിക്കയുടെ പരാജയം ചൈന ലോകത്തിന് മുന്നിൽ ഇപ്പോൾ വിളിച്ചു പറയുകയാണ്. കഴിയില്ല നിങ്ങൾക്ക് ഇറാന്റെ മുന്നിൽ യുദ്ധം ചെയ്യാൻ, നിങ്ങൾ പരാജയം സമ്മതിച്ച് തിരിച്ചു പോകൂ എന്ന വാക്കാണ് ചൈന ഒരർത്ഥത്തിൽ ഈ പ്രസ്താവനയിലൂടെ നടത്തിയിരിക്കുന്നത്. എന്തായിരുന്നാലും അമേരിക്ക ലോക ചരിത്രത്തിൽ ഇതുവരെ ഇല്ലാത്ത അതിശക്തമായ പരാജയമാണ് ഇറാന്റെ മുമ്പിൽ അവർക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നത്.